നമസ്കാരം. നാളെ ശിവരാത്രിയാണ്, മറ്റൊന്ന് അമാവാസിയുമാണ്. ഈ രണ്ട് ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ്. അമാവാസിയുടെ അന്ന് നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജി, നമ്മുടെ ഓറയിലുള്ള എല്ലാ നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് അമാവാസി ദിവസം. മാത്രമല്ല മെഡിറ്റേഷൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ പോകാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് കുംഭമാസത്തിലെ ശിവരാത്രി, അത് നാളെ. അപ്പോൾ ഈ രണ്ട് ദിവസവും നമ്മൾ വീട്ടിൽ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. എല്ലാവരും അന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാൻ, നിങ്ങളുടെ നാളെയും മറ്റന്നാളുമാണ് നമ്മുടെ സ്ഥിരമായിട്ട് പറയുന്നത്. നാളെ ശിവരാത്രിയും മറ്റന്നാൾ അമാവാസിയുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. ഒരു മണി ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. കാരണം നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസം ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകൾ, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് ഗുണങ്ങളുണ്ടാവുകയുള്ളൂ. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ടിപ്സും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല. അതിനകത്ത് ട്രാൻസ്പെറൻസിയോട് കൂടിയാണ് പറയുന്നത്. അതിനകത്ത് ഒന്ന് ഹിഡനായിട്ട് വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നിങ്ങളുടെ നാളെയും മറ്റന്നാളോട്ട് കിടക്കാം. നാളത്തെ ദിവസം 2025 ഫെബ്രുവരി മാസം 26-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, കുംഭം 14-ാം തീയതി ബുധനാഴ്ച നാളെ. നാളത്തെ സൂര്യ ഉദയം രാവിലെ 6:40 സൂര്യോദയം, വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം 12:32 2 മണിക്കും ഇടയ്ക്കാണ്. അഭിജിത്ത് മുഹൂർത്തം 12:10 12:32 മധ്യേന. മുഹൂർത്തം 12:36 12:58 മധ്യേന. യമകണ്ഠ സമയം 8:08 9:36 മധ്യയാണ്. ഗുളികൻ ഉദയം 11:04 12:32 മധ്യേന. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രവും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ്. എന്നാലും പ്രതിഷ്ഠയ്ക്കും ഗ്രഹനിർമ്മാണത്തിനും ഉപനയനത്തിനും ശാന്തി കർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ലോങ് ട്രിപ്പുകൾ, യാത്രയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. വ്യാപാരം, ദീർഘനാൾ പ്രവർത്തനത്തിനൊക്കെ നല്ലതാണ്. വിവാഹം, അതുപോലെ ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കാര്യം ചെയ്ത് കൊണ്ടുപോയാൽ കുറച്ച് നല്ലതായിരിക്കും. മാത്രമല്ല എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിവരാത്രിയും കൂടെയാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അത്. പിന്നെ വിദ്യാഭ്യാസം, മരുന്ന് നിർമ്മാണം, അറിവ്, സന്തോഷം എന്നീ എല്ലാ കാര്യങ്ങളും, പുതിയതായിട്ട് ജോലിയിലൊക്കെ പ്രവേശിക്കണമെങ്കിലൊക്കെ നാളത്തെ ദിവസം നല്ലൊരു ദിവസമാണ്. നാളത്തെ ദിവസം നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും നോക്കാം. പിണ്ടദോഷ ദോഷം, വസുമജദോഷം, കരിനാൾ ദോഷം, ബലിദോഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷമില്ല. പ്രത്യേകിച്ച് തിരുവോണം നക്ഷത്രം ആയതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു ദോഷം ഇല്ലാത്തത്. അതുകൊണ്ട് നമുക്ക് തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമല്ലേ, ശിവരാത്രിയും മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം കൂടെ ചേർന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ അത്രയും പവർഫുള്ളാണ്. മാത്രമല്ല കുംഭമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, പറ്റുമെങ്കിൽ നാളെ രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കുക. ഇന്ന് ഒരിക്കൽ ഊണ് കഴിക്കുക. ഒരിക്കലെന്ന് പറയുമ്പോൾ ഒരു നേരം നെല്ലരി കഴിച്ചുകൊണ്ട് നാളത്തെ ശിവരാത്രി വ്രതം എടുക്കുന്നുള്ളവർ മാത്രം ഒരു നേരം നെല്ലരി ആഹാരം കഴിക്കുക, ഒരിക്കലും വ്രതം എടുക്കുക. നാളെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സരസ്വതി യാമം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കാൻ ശ്രമിക്കാം. എണീച്ചതിന് ശേഷം ഏതെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ അത്യുത്തമമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാം, ഓം നമഃ ശിവായ ജപിക്കാം, അല്ലെങ്കിൽ ശിവ അഷ്ടോത്തരം നിങ്ങൾക്ക് ജപിക്കാം. ഇതൊക്കെ ജപിക്കാം. നാളെ പകൽ സമയത്ത് അധികം നിങ്ങൾ ഉറങ്ങാതിരിക്കുക. അതും പകലും രാത്രി ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. ഈ രാത്രിയുടെ 3 യാമങ്ങളിൽ നടക്കുന്ന ആ യാമപൂജയിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. ആ യാമപൂജയിൽ നിങ്ങൾ പങ്കെടുത്ത് കഴിയുമ്പോൾ കുറച്ച് അത്യുത്തമമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഓരോ യാമപൂജയും അത്രത്തോളം പവർഫുള്ളാണ്. കാരണം ഓരോ യാമത്തിലും ഭഗവാൻ ഉറങ്ങാതെ നമ്മളെല്ലാവരും കൂടെ കാത്തിരിക്കുന്ന ദിവസമാണ് നമ്മൾ ചെയ്യുന്ന ശിവരാത്രി. അപ്പം ഈ ശിവരാത്രിയുടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഡിറ്റേഷനാണ്. ഞാൻ മുമ്പ് നിങ്ങൾ പറയാറുണ്ട്, പിങ്കള നാഡികളെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് എന്ത് ബ്ലോക്ക് വരുന്നെങ്കിലും, സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അസുഖങ്ങളായിക്കോട്ടെ, എന്ത് നമ്മളത് വരുന്നതിന് മുന്നേ നമ്മുടെ ശരീരം നമ്മളോടത് പറയും. ഒരു ഇൻറ്റ്യൂഷനായിട്ട് നമുക്കത് തരും.
നമുക്കൊരു ഇൻഡ്യൂഷൻ തരും. നമുക്കൊരു കഷ്ടത വരാൻ പോവുകയാണ്, അഡ്വാൻസ് ആയിട്ട് നമുക്കൊരു ഇൻഡ്യൂഷൻ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റും. നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ കഴിവുള്ളത്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറേ നല്ലൊരു മാറ്റം നമുക്ക് അതിൽ നിന്നുണ്ടാകും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ ഒരു ബോഡി അല്ലെങ്കിൽ നമ്മുടെ ശരീരം, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആൾക്കാർ ഓടുന്നത് എന്തിനാ? സാമ്പത്തികത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ശരീരം തിരിഞ്ഞ് നോക്കാറേയില്ല. ഒരു പരുവം കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പം, ഒരു 60-65 വയസ്സാകുമ്പോഴാണ് അയ്യോ എനിക്ക് അസുഖം വന്നല്ലോ, എനിക്ക് ഷുഗർ വന്നല്ലോ, മറ്റേത് വന്നു മറിച്ച് വന്നല്ലോക്കെ പറയുന്നത്. നേരത്തെ നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിച്ചു കൊണ്ടുപോയാൽ നമ്മുടെ ശരീരത്തെ നമുക്ക് ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് ഫുഡ് കഴിക്കണം, എൻ്റെ ശരീരമാണ്, എനിക്ക് ഇന്ന രീതിയിൽ കൊണ്ടുപോകണം, അങ്ങനെ നമ്മുടെ ബോഡിയെ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ലൈഫ് ടൈം വിജയിക്കാൻ പറ്റുന്നൊരു രീതിയാണ്. അതിൽ ഫുഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. കണ്ടില്ലേ ഓരോരുത്തർ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുമ്പം മയക്കുമരുന്നിന് അടിമയായി നടക്കുന്ന കാലഘട്ടമാണ്. നല്ല വെഞ്ഞാറമുടൊക്കെ കണ്ടില്ലേ? ഓരോ ദിവസവും യൂട്യൂബ് തുറക്കാൻ നിവൃത്തിയില്ല. അവിടെ കൊലപാതകം, ഇവിടെ കൊലപാതകം, ഇങ്ങനെയൊക്കെയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡ് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള. അപ്പോൾ മൈൻഡ് നമ്മുടെ നിന്ന് വിട്ടുപോകാതെ നമ്മുടെ ടെൻഷനിലൊക്കെ നമുക്ക് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് പിങ്കള നാഡികളെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളത്. അതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ മൂക്ക് പിടിച്ചുകൊണ്ട്, അത് ഇടത് കയ്യിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് മൂക്ക് പിടിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ആണുങ്ങൾ ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക, ഉള്ളിൽ കുറച്ച് നേരം സ്റ്റോർ ചെയ്ത് നിർത്തുക, വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. നാളെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെഡിറ്റേഷനാണിത്. നാളെ വൈകുന്നേരമോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എത്ര സമയം ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം ഭഗവാൻ അനുഗ്രഹിക്കാൻ പറ്റിയ, ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് നാളെ. അപ്പോൾ ഈ ഒരു യോഗയുടെയൊക്കെ ഏറ്റവും ടോപ്പ് ആരാണെന്നറിയാമല്ലോ? ഭഗവാനാണ്, ശിവനാണ്. അപ്പോൾ ആ ഒരു എപ്പോഴും ധ്യാനത്തിലാണ് അദ്ദേഹം. അപ്പോൾ ആ ധ്യാനം നമുക്കും കൂടെ അത് ചെയ്യാൻ വേണ്ടിയുള്ളതിന് നമ്മുടെ പിങ്കള നാഡികളെ ഫിൽട്ടർ ചെയ്യാൻ പഠിക്കുക. നാളത്തെ ദിവസം അത് ചെയ്തു കഴിഞ്ഞാൽ അത്യുത്തമമായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തീറ്റ ലെവൽ ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ ഈ മൂക്കിൻ്റെ തുമ്പത്തായിരിക്കണം. ഈ മൂക്കിൻ്റെ തുമ്പത്ത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്ന ശ്വാസത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ശ്വാസഗതിയെ നമ്മളത് കാണാൻ ശ്രമിക്കുക. ഏറ്റവും പവർഫുള്ളാണ്. കാരണം ആ ശ്വാസഗതി ഒന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത് വൈറ്റ് കളറായിട്ടും പുറത്തോട്ട് പോകുന്നത് ബ്ലാക്ക് കളറായിട്ടും ഒന്ന് ഇമാജിൻ ചെയ്യുക. കാരണം നമ്മളിലുള്ള എല്ലാ ദുഃഖവും ദുരിതവും പുറത്തോട്ട് പോകുന്ന ആ ബ്ലാക്ക് കളർ ശ്വാസത്തിലൂടെ പുറത്തോട്ട് പോയി എന്ന് നമ്മളങ്ങ് സങ്കല്പിക്കുക. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ്റെ രീതിയാണിത്. അത് നാളെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്രയും ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ മറ്റന്നാൾ അമാവാസി ദിവസമാണ്. അമാവാസിയുടെ സന്ധ്യയ്ക്ക് നിങ്ങളുടെ ഓറ ലെവൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ചടങ്ങാണ് ഉപ്പും കടുകും മുളകും. മുളകെന്ന് പറയുന്നത് ഉണക്ക മുളകാണ്. ഉപ്പ്, കടുക്, മുളക് ഇതെല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇരുത്തിയിട്ട് അങ്ങോട്ട് വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. 3 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസിലും 3 പ്രാവശ്യം ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്തിട്ട് അത് പുറത്ത് വീടിൻ്റെ അടുപ്പിലിട്ടൊന്ന് കത്തിക്കരുത്. ഒരു ചട്ടിക്കകത്ത് കുറച്ച് തീ ഉണ്ടാക്കിയിട്ട്, നിങ്ങൾ വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ ബാൽക്കണിയിൽ സൗകര്യം ഉണ്ടാകും, തീ ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കത്തിക്കുക. ഏറ്റവും അമാവാസി ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ശരീരം ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതാണ് ഇതും. പിന്നെ ഈ ബ്രീത്തിങ് ടെക്നിക്ക് നമുക്ക് അമാവാസിയിൽ നിന്ന് എടുക്കാൻ അതും നല്ലതാണ്. അപ്പോൾ മറക്കണ്ട, ഈ 2 ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ ശരീരം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ശരീരത്തിലുള്ള നമ്മളെ ബാധിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജി ഒരു അമാവാസിയുടെ ചെയ്ത അടുത്ത അമാവാസി വരെ നമുക്ക് ഫുൾ പ്രൊട്ടക്റ്റഡാണ് നമ്മൾ. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതുവരെ നമ്മൾ പ്രൊട്ടക്ഷനായിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു സാധനമാണ് ഉപ്പും കടുകും മുളകും കൂടെ ശരീരത്തിൽ ഒഴിഞ്ഞിടുക. അടുത്ത ദിവസം രാവിലെ എണീച്ചിട്ട് കല്ലുപ്പ് കലക്കിയ വെള്ളത്തിൽ കുളിക്കുക. അതിനെക്കുറിച്ച് വിശദമായിട്ട് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ 2 കാര്യങ്ങളും ഒന്ന് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 ഫെബ്രുവരി മാസം 27-ാം തീയതി കൊല്ലവർഷം 1200-ാം ആണ്ട് കുംഭമാസം 15-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സൂര്യോദയം 6:39 സൂര്യോദയം. വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം 1:59 3:27 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:10 12:32 മധ്യയാണ്. മുഹൂർത്തം 12:36 12:57 മധ്യയാണ്. യമകണ്ഠ സമയം 6:39 8:7 മധ്യയാണ്. ഗുളികൻ ഉദയം
9:35-നും 11:03-നും മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. അവിട്ട നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഉപനയനത്തിനും അതേപോലെ തന്നെ പരിഹാര ക്രിയകൾ ചെയ്യുവാനും പുതിയ പുതിയ മരുന്നുകളൊക്കെ ഉണ്ടാക്കുവാനും പ്രത്യേകിച്ച് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും നല്ലതാണ്. പക്ഷേ അന്നും യാത്രയ്ക്ക് അത്ര നല്ലൊരു ദിവസമല്ല. അപ്പം നമ്മളത് ശ്രദ്ധിക്കുക. മാത്രമല്ല ഗുരു ജ്ഞാനം അറിവിൻ്റെയൊക്കെ ഒരു ദിവസമാണ്, കൊള്ളാമെന്നുള്ളൊരു ദിവസമാണ്. അമാവാസി ദിവസം കൂടിയാണ്. അമാവാസി ദിവസം സൂര്യദേവമഠ കുബേരാശ്രമത്തിൽ വിഷ്ണുമായ സ്വാമിയുടെ ചാത്തനസ്വാമിയുടെ മുന്നിൽ ശക്തി പൂജയുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് പങ്കെടുക്കാം. അമാവാസിയുടെ അന്ന് ഉച്ച സമയത്താണ് നമ്മൾ ആ പൂജ ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ഒന്ന് പങ്കെടുക്കാം. നമുക്ക് ആ ദിവസത്തെക്കുറിച്ചും കൂടെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസുപഞ്ചദോഷം, കരുനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷവും ബലിനക്ഷത്ര ദോഷവും ഉണ്ട്. അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷവും ബലിനക്ഷത്ര ദോഷവും ഉണ്ട്. 2 ദോഷങ്ങളാണുള്ളത്. അപ്പോൾ ആ മൃത്യുദോഷങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്ക് നിന്നും പരിഹാരം നമുക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു ദിവസത്തെക്കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ അമാവാസിയുടെ അന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരായിരിക്കില്ല, മിക്കവാറും അന്ന് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചത്തെയും കൂടെ നോക്കാം. 2025 ഫെബ്രുവരി മാസം 28-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, കുംഭം 16-ാം തീയതി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ സൂര്യ ഉദയം സൂര്യോദയം രാവിലെ 6:39-നും വൈകുന്നേരം 6:29-ന് സൂര്യാസ്തമയമാണ്. രാഹുകാലം 11:03-നും 12:31-നും മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:10-നും 12:32-നും മധ്യയാണ്. മുഹൂർത്തം 12:36-നും 12:57-നും മധ്യയാണ്. ഗുളികൻ ഉദയം 8:07-നും 9:35-നും മധ്യയാണ്. യമകണ്ഠ സമയം 3:27, 4:55-നും മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ചതയ നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും കൂടെയാണ്. വിവാഹം, യാത്രാ, പ്രതിഷ്ഠ, വാസ്തുകർമ്മങ്ങൾക്കെല്ലാം നല്ലതാണ്. ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. അന്ന് പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏത് കാര്യങ്ങളോ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസുപഞ്ചക ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷത്ര ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷം, അകന്നാൾ ദോഷമുണ്ട്. ഈ 2 ദിവസവും, അതായത് വ്യാഴവും വെള്ളിയായിരിക്കണം പറയുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷമുണ്ട്, അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട്. ഈ 2 ദിവസം നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം നമുക്ക് ശനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി ശനി ദോഷമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്രിയയുണ്ട്. ഞാൻ എല്ലാ കാര്യവും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്നാലും ഒന്നുകൊണ്ട് ഓർമ്മിപ്പിക്കാം. ഒരു എള്ളെടുക്കുക, കറുത്ത തുണിയിലോ വെള്ള തുണിയിലോ പൊതിഞ്ഞ് വെള്ളിയാഴ്ച ദിവസം കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക. ശനിയാഴ്ച ദിവസം രാവിലെ എടുത്തതിന് ശേഷം അത് ഒരു ചോറുണ്ടാക്കിയിട്ട് ചോറ് വറ്റിച്ചുണ്ടാക്കുക. അതിനകത്ത് ഈ എള്ള് തല മുതൽ പാദം വരെ 21 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ എള്ള അതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയും 2-3 തുള്ളി ഒഴിച്ചിട്ട് രാവിലെ കാക്കയ്ക്ക് കൊടുക്കുക. വിദേശത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ പറവകൾ കൊടുക്കുക, ഇല്ലെങ്കിൽ മത്സ്യത്തിന് കൊടുക്കുക. നമുക്ക് ശനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി റിസൾട്ട് നമുക്കുണ്ട്. മാത്രമല്ല ശനിയാഴ്ച ദിവസം സൂര്യദേവമഠ കുബേരാശ്രമത്തിൽ കുബേരപൂജയുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പങ്കെടുക്കുക. കുബേരപൂജ 7 കുബേരപൂജയിൽ പങ്കെടുക്കുമ്പോൾ എന്ത് കാര്യമാണോ അതിന് പ്രാപ്തി ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേരപൂജയാണ്. പറ്റുമെങ്കിൽ ഒന്ന് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണി ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.